അധ്യാപകര് പിന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മളെ കൊണ്ടാവുന്ന ഉത്തരം തരും. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തിരിച്ചു ചോദിക്കും. അതിന് നിങ്ങൾ ആൻസർ തന്നില്ലെങ്കിൽ നിങ്ങളെ മുകളിൽ ഇരുത്തത്തില്ല. ഓക്കെ, സത്യം സംസാരിച്ചോളൂ. പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞോ. ഒന്ന് പറഞ്ഞിട്ടാട്ടെ അബ്ദുളിന് കൊടുക്കാം. അതായത് ഇപ്പോ നമ്മുടെ സുഹൃത്തുക്കളായ സഹോദരന്മാര് പോയിട്ട് ബൈബിള് പഠിപ്പിക്കുന്നു പറഞ്ഞൊരു റൂം ഇട്ടാൽ അത് അവർക്ക് കൂടുതൽ പരുക്ക് പറ്റും. അവർ സത്യത്തിൽ ആരെയാണ് ബൈബിൾ പഠിപ്പിക്കേണ്ടത്? അവർ ബൈബിള് പഠിപ്പിക്കാൻ അവരെ അനുവദിക്കുന്ന ഖുറാനിലെ വചനം ഏതാണ്? ഞങ്ങൾ ഇവിടെ 200 ദിവസത്തെ ക്ലാസ് ഇട്ടു. അതിടാൻ കാരണം മുസ്ലിങ്ങളോട് അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോയി വേദക്കാരോട് ചോദിക്കുക. നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെ അനുസരിക്കുന്നെങ്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കാൻ. തിരിച്ച് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ഖുറാനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ബൈബിളിലുണ്ടോ? അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നത്? ഇനി നിങ്ങൾ ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് പഠിപ്പിക്കേണ്ട 2 പേരുണ്ട്. ഒന്ന് അള്ളാഹുവാണ്, 2 മലക്കാണ്, സോറി മുഹമ്മദാണ്. കാരണം എന്തെന്നാൽ നിങ്ങൾ പറയുന്ന ആക്ഷേപങ്ങളോ ഈ പറയപ്പെടുന്ന കാര്യങ്ങളോ യഹോവയെ കുറിച്ച് പരാതിയോ ഒരിക്കൽ പോലും മുഹമ്മദോ അള്ളാഹുവോ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കണ്ടെത്തൽ നിങ്ങൾ നടത്തിയെങ്കിൽ ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം അള്ളാഹു കണ്ടെത്താത്ത, മുഹമ്മദ് കണ്ടെത്താത്ത വഴികളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരാൾ ഇത് മലയാളത്തിൽ പറയുകയും മറ്റൊരാൾ അത് അറബിയിലാക്കി അള്ളാഹുവിന് എത്തിക്കുകയും ചെയ്യണം. കാരണം അള്ളാഹുവിന് അറബിയെ അറിയൂ. അപ്പൊ അള്ളാഹുവിനെ അത് അറബിയിൽ കൊടുക്കുക. നിങ്ങൾ ഒരാൾ മലയാളമോ ഇംഗ്ലീഷോ നമുക്കറിയാവുന്ന ഭാഷ ഇതൊക്കെയാണല്ലോ, ഹിന്ദിയോ അതിൽ സംസാരിക്കുക. അപ്പൊ അള്ളാഹു അത് കേൾക്കട്ടെ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വേണമെങ്കിൽ ഖുർആൻ ഒന്നുകൂടെ പരിഷ്കരിക്കട്ടെ. കാരണം ഈ ഖുർആൻ സഫീഷ്യന്റ് അല്ലെന്നാണ് നിങ്ങൾ പരോക്ഷമായിട്ട് പറയുന്നത്. കാരണം എന്താ? പാസ്റ്റർ, അറബി ആണേലും മതി, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നോളാം കേട്ടോ. അല്ല, അള്ളാഹുവിന് മനസ്സിലാവുക അറബി വേണമല്ലോ, അതാ പറഞ്ഞു വരുന്നത്. അള്ളാഹുവിന് അറബി ഒരു ഭാഷ അറിയില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിലും ഒക്കെ ഒരാള് ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവൻ ആദ്യം അറബി പഠിക്കണം. അല്ലെ അള്ളാഹുവിന് ഇത് അറിയത്തില്ല. മലയാളത്തിൽ പോയിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? മലയാളത്തിൽ നിങ്ങളുടെ വേദനകളെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒക്കെയില്ല. അപ്പൊ അള്ളാഹുവിന് മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അതാ വിഷയം. ഇനി അടുത്ത കാര്യം, ഈ അള്ളാഹുവോ ഖുറാനോ മുഹമ്മദോ ഒന്നും പറയാത്ത ചില ജൽപ്പനങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യം അള്ളാഹുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ദേ, ഞങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യാണ്, ഇനി ഖുറാൻ ഒന്നുകൂടെ ഒന്ന് പരിഷ്കരിക്കണം. കാരണം ക്രിസ്ത്യാനികൾ ഇത് ചോദിച്ചൊരു ഞങ്ങളെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബൈബിൾ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. ആർക്ക്? അൻഡു അള്ളാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്. ലെറ്റ് ദം സ്റ്റഡി ഫസ്റ്റ്. അവരാദ്യം പഠിക്കട്ടെ. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അവർക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറ, അവരെവിടെ വെച്ച് എന്താ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു. ഒരു കമന്റ് പോലും ഇല്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് അതിലാണ് തുടക്കം. അവിടെ തുടങ്ങണം. അല്ല, ഞങ്ങൾ ഇത് പഠിക്കാനിട്ട് വരുന്നില്ല. ഞങ്ങളത് പഠിക്കാൻ വന്നാൽ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഖുർആൻ ഞങ്ങൾ പഠിപ്പിക്കുക, ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയുന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് അതിനുള്ള അതോറിറ്റി ഇല്ല. നിങ്ങളെ അള്ളാഹു അതിനാക്കിയിട്ടില്ല. നിങ്ങളെ ഇവിടെ ബൈബിള് പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെയോ പ്രവാചകന്റെയോ ഒന്നും യാതൊരു സഹായവും ഇല്ല. അപ്പുറത്ത് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേദക്കാരുടെ രീതിയിൽ ചോദിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് വാ. അതല്ലേ ഖുറാൻ പറയുന്നത്, അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം ഈ നടത്തുന്ന കാര്യം അനിസ്ലാമികമാണെന്ന് കൂടി ആരോപിക്കുന്നു ഞാൻ. ഇനി അബ്ദുല്ലേക്ക് പോവാ. ആരാണെന്ന് വെച്ചാൽ മോഡറേറ്റേഴ്സ് കൈകാര്യം ചെയ്യാം ചോദ്യം. അബ്ദുൾ ഇവിടെ സ്പീക്കേഴ്സ് പാനലിലുള്ളവരെ കണ്ടപ്പോ പാമ്പേഴ്സ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. വേഗം ഓർത്തത് അപ്പോഴാ, ഓടി. സാലി താഴെ വന്നിട്ടുണ്ട്, സ്വന്തം കട നടത്തുന്ന സാലി താഴെ വന്നിട്ടുണ്ട്. വരാം. അവിടെ ഇരുന്ന് ഭയങ്കര അനിൽ പാസ്റ്ററോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അനിൽ പാസ്റ്ററെ, ആകാം. അനിൽ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞല്ലോ അള്ളാഹുവിന് ഒരു ഭാഷയെ അറിയത്തുള്ളൂ എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ ഈ ഒറിജിനൽ ഭാഷ എന്ന് പറയുന്നത് ഖുറേഷി ഭാഷ തന്നെയല്ലേ? ഈ ഖുറേഷി ഭാഷ അറബിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് സാർ ഒന്ന് പാസ്റ്റർ ഒന്ന് വിശദീകരിക്കണം. അപ്പം ഇനി ഒരു കാര്യം കൂടി പാസ്റ്റർ പറഞ്ഞതിനോടുള്ള ബന്ധത്തിലുള്ള സംശയമാണ് ഉയർന്നു വന്നത്. അതായത് ഈ അള്ളാഹുവിന് മുഹമ്മദിന് മാത്രമാണ് അള്ളാഹുവിന് ദാസനായിരിക്കാൻ കഴിയുക. മുഹമ്മദ് നബിക്ക് മാത്രമാണ് അള്ളാഹുവിന് ദാസനായിരിക്കാൻ കഴിയുക എന്നുള്ളത് അവരുടെ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ മുസ്ലിങ്ങളായ അല്ലെങ്കിൽ ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഇവർക്ക് അള്ളാഹുവിന് ഒരിക്കലും ദാസനായിരിക്കാൻ കഴിയില്ല. അള്ളാഹുവിന് മുഹമ്മദിനോട് മാത്രമേ ദാസത്വ സ്വഭാവം ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റാണെങ്കിൽ പാസ്റ്റർ എനിക്ക് പറഞ്ഞു തരണം. താങ്ക് യു. ആദ്യം പറയാവുന്നത്,
ഈ അള്ളാഹു ഒരു ഗോത്രദേവനായിട്ടാണ് ചരിത്രത്തിൽ അള്ളാഹുവിനെ കാണുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദിന്റെ വളർത്തപ്പനായിരുന്ന മുത്തലീബ്, അപ്പോ അബുത്താലിബ് പറയുന്നത്, നിനക്ക് മുമ്പ് ഒരു സമുദായത്തിൽ ഞാൻ ഇങ്ങനൊന്നും കേട്ടിട്ടില്ല നീ പറയുന്ന കാര്യങ്ങൾ. അപ്പോ ഗോത്രദേവനാണ്. അപ്പോ ഗോത്രദേവൻ എന്ന പദവി വിട്ട് അദ്ദേഹത്തെ വിശ്വേശ്വരനായി ഉലക സൃഷ്ടാവായിട്ടൊക്കെ വാഴ്ത്തുന്നത് മുഹമ്മദുമാണ്. പക്ഷെ മുഹമ്മദ് ഇത് പറയേണ്ടത് എപ്പോഴാണെന്ന് അറിയണ്ടേ? അല്ലെ അള്ളാഹു പറയേണ്ടത് എന്ന് അവർ തമ്മിൽ കൺഫ്രണ്ടേഷൻ നടന്നു. എന്നാണ് അവർ തമ്മിൽ ആദ്യത്തെ അഭിമുഖം. അന്നേരം അല്ലേ പരിചയപ്പെടുത്തണ്ടേ? മുഹമ്മദെ, ഇവർ ഈ ചെയ്യുന്നതെല്ലാം വിഡിത്തമാണ്, വിഗ്രഹാരാധന തെറ്റാണ്, ക്രൈസ്തവർക്ക് തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് താൻ ആരാണെന്നല്ലേ അദ്ദേഹം പറയണ്ടേ? ഞാൻ അള്ളാഹു ആകുന്നു, ഞാൻ ഒഴികെ ഒരു ദൈവമില്ല, ബാക്കി ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല. ഇത് പറയേണ്ടതിന് പകരം വായിക്കുക എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. വായന അറിയില്ല എന്ന് പറയുന്ന ആളിനോട് വായിക്കാൻ പറഞ്ഞു തുടങ്ങുന്നു. അവിടെങ്ങും അള്ളാഹുവിന്റെ ഏകത്വം ഒന്നും അവിടെ പ്രകടമല്ല, അത് വെളിപ്പെടുന്നേ ഇല്ല. അപ്പോ അതില്ലാതെയാണ് ഇസ്ലാം മതം കുറെ നാൾ സഞ്ചരിക്കുന്നത്. പിന്നീടാണ് ഷഹാദത്ത് കലിമയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ഒന്ന് കാണേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയപ്പെട്ട വിഷയത്തോട് ബന്ധപ്പെട്ട് സാർ ചോദിച്ച വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ, മുഹമ്മദിന്റെ ഒരു ജീവിതത്തിൽ ഒരു അവസരവാദം നമ്മൾ നോക്കണം. ഈ മുഹമ്മദ് ആളുകൾ പൊതുവെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പ്രവാചകനാണ് തെളിവ് തരാനൊക്കെ പറയുമ്പോൾ ആള് വിഷമിച്ചു പോകും. അത് ഭൗതികമായി പറയാൻ അറിയില്ല, അത്ഭുതം കാണിക്കാനും പറ്റാ വരുമ്പോ മുഹമ്മദ് എന്ത് ചോദിച്ചാൽ ഒരടവെടുക്കും. ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ്, അല്ലാതെ വേറെ ആളുമല്ല, മുമ്പ് പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടതുപോലെ ഒരു താക്കീതുകാരൻ മാത്രം. അപ്പൊ അത്രേ പറയത്തുള്ളൂ. ഇനി ആ താക്കീതുകാരൻ ആണ് എന്ന് പറയുന്ന ആള് പെട്ടെന്ന് നിലപാടങ്ങ് മാറ്റും. എപ്പോഴാന്ന് വെച്ചാൽ, ഈ സംശയാലുക്കൾ പോയി കഴിയുമ്പോൾ ഇദ്ദേഹത്തെ പ്രകീർത്തിക്കാൻ ആവശ്യപ്പെടും. നിങ്ങൾ ഖുറാൻ 48-ന്റെ 8-9 വായിക്കണം. അവിടെ എല്ലാം ഇദ്ദേഹത്തെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഭയങ്കര ഇഷ്ടമാണ്. വിമർശനം സഹിക്കാൻ തീരെ ത്രാണി അദ്ദേഹത്തിനില്ല. ഇനി അറബി ഭാഷയെ പറ്റി കൂടെ പറയാം. ഈ അറബി ഭാഷ വളരെ മനോഹരമായ ഒരു ഭാഷയാണ്, വളരെ മ്യൂസിക്കലാണ്. ഈ ഖുറാൻ പാരായണം ഏറ്റവും മനോഹരമാക്കുന്നത് അത് കേട്ടാൽ നല്ല രസകരമായ ഒന്നല്ലേ, അതിന്റെ ആ അറബി ഭാഷയുടെ സവിശേഷതയാണ്. മുഹമ്മദും മൂത്താപ്പന്മാരും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് അറബി ഭാഷയുണ്ട്. അറബി ഭാഷയുണ്ട്. അവിടെ മാന്യമായി ജീവിച്ചു പോകുന്ന അറാബ് ജനതയുണ്ട്, അറാബ് ദേശീയതയുണ്ട്. അപ്പോ അവർക്കിടയിലെ അറബ് ഭാഷയുടെ പ്രത്യേകത അത് വളരെ മ്യൂസിക്കലാണ്. ഹീബ്രു പോലെ അത് മ്യൂസിക്കലാണ്. ഹീബ്രുവും അറബിയും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജുകളാണ്. വ്യാകരണ നിയമങ്ങളും മറ്റു കാര്യങ്ങളിലും ശബ്ദോച്ചാരണങ്ങളിൽ പോലും ഉണ്ട് ആ സിമിലാരിറ്റി. അപ്പോ ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ കിയാമത്ത് നാൾ. ഈ കിയാമത്ത് ഉയർപ്പിന്റെ നാളെന്നാണ്. കിയാം, ഖും ടു എറൈസ് എന്നാണ്. ഹീബ്രുവിലെ ഖും ആണ് കിയാം ആയിട്ട് ഇവിടെ അറബിയിൽ പറയുന്നത്. അത് നമ്മുടെ തലീദ കൂമി എന്ന് യേശു പറയാം, കൂമി ടു എറൈസ് എന്നാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, സിമിലാരിറ്റി ഒത്തിരി പദങ്ങളിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ അറബി നല്ലൊരു ഭാഷയാണ്. ഇപ്പൊ രസകരമായ ഒരു കാര്യം, ഈ ഉമർ ഒരിക്കല് ഒരുത്തൻ ഈ അറബിയിലെ ഖുറാൻ പാരായണം ചെയ്യുന്നത് കേട്ടോ, അവന്റെ കഴുത്ത് കയറി പിടിച്ചു. ഈ വിധത്തിൽ നിന്നോട് പാരായണം ചെയ്യാൻ ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്നെ റസൂല പഠിപ്പിച്ച്. ഇയാളെയും കൂട്ടി മുഹമ്മദിന്റെ അടുത്ത് ചെല്ലുമ്പോ പറയുന്നുണ്ട്, ഇയാൾ പറയുന്നതും മറ്റേ ഉമറൊക്കെ കേട്ടതിന് 2 രീതിയിലാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, 7 വിധത്തിലാണ് എനിക്ക് ഖുറാൻ അവതരിച്ചത്, 7 രൂപത്തിൽ അത് ചൊല്ലാം. അംഗീകൃതങ്ങളായ 7 രൂപങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതിൽ തന്നെ ഒരു തെറ്റ് മനസ്സിലാക്കിയോ? പുള്ളി ഈ ഹിറാ ഗുഹയിൽ കിടക്കുമ്പോ ഒന്ന് വായിക്കുക 7 രൂപത്തിൽ പറഞ്ഞോ? ആ വചനങ്ങളെല്ലാം 7 രൂപത്തിൽ പറഞ്ഞെങ്കിൽ അതിന് തെളിവ് എന്താണ്? 7 തവണ അത് അപ്പൊ തന്നെ മിറക്കിളാന്ന് മനസ്സിലാവുമല്ലോ. അദ്ദേഹം വയോജകനായിട്ടാണ് പോരുന്നത്. അപ്പൊ 7 രൂപത്തിൽ തന്നോട് സംസാരിച്ചു എന്ന് ഒരടവ് മാത്രമാണ് മുഹമ്മദ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഖുറാന്റെ ഭാഷയിൽ പോലും ഈ വ്യാകരണ പിശക് ഞാൻ കാണിച്ചുതരാം. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. 6-99 നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. 6-ാം അധ്യായത്തിന്റെ 99-ാമത്തെ ആയത്ത്, സൂറ നമ്പർ 6, അൻആം എന്ന് പറയുന്നത്. അന്നാമിന്റെ 99 ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ അറബി വായിച്ചാൽ ഇച്ചിവിടെ വ്യക്തമായിട്ട് കിട്ടും. ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞവൻ അവനാണ്, അത് മുഖേന നാം എല്ലാ വസ്തുക്കളെയും മുളകൾ പുറത്തു കൊണ്ടുവരികയും അതിൽ നിന്ന് പച്ച പിടിച്ച ചെടികൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ആ ചെടികളിൽ നിന്ന് നാം തിങ്ങി നിറഞ്ഞ ധാന്യം പുറത്തു വരുത്തുന്നു. ഈത്തപ്പനയിൽ നിന്ന് അഥവാ അതിന്റെ കൂമ്പോളയിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കുലകൾ പുറത്തു വരുന്നു. മുന്തിരിത്തോട്ടങ്ങളും പരസ്പരം തുല്യത തോന്നുന്നതും എന്നാൽ ഒരുപോലെ അല്ലാത്തതുമായ ഒലിവും റുമാനും നാം ഉൽപ്പാദിപ്പിച്ചു. അവയുടെ കായകൾ കഴിച്ചു വരുന്നതും
മൂപ്പെത്തുന്നതും നിങ്ങൾ നോക്കൂ. വിശ്വസിക്കുന്ന ജനങ്ങൾക്കെല്ലാം അതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്താണിത്? ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നവൻ അവനാണ്. ആരാണ് ഈ അവൻ? അത് പെട്ടെന്ന് അത് മുഖേന നാം എല്ലാ വസ്തുക്കളെയും മുളകൾ പുറത്തു കൊണ്ടുവരും. അപ്പൊ ആദ്യം അവനാണ്, പിന്നെ അത് ഇവനാണ്. അവനാണോ ഇവനാണോ എന്ന് യാതൊരു നിശ്ചയമില്ല. ഇനി ഇതുപോലുണ്ട് ഇത് ഒത്തിരി നിസ്സാരമായ സംഭവമാണ്. ഇതുപോലെ ഈ അള്ളാഹു ഈ ഫസ്റ്റ് പേഴ്സണിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് സെക്കൻഡ് പേഴ്സണിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഭാഗം ഇവിടെ വെച്ചാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഘട്ടത്തിലാണ് അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പൊ അത് ഇത്രയുള്ള സംഭവം, ഇത്രയുള്ള ഇത് മുഹമ്മദ് തന്നെ എഴുതുന്ന കാര്യമാണ്. അപ്പൊ ഇത് ആരെങ്കിലും സംശയം ചോദിച്ചാൽ മുഹമ്മദിന് രക്ഷപ്പെടാൻ വേണ്ടി അവനാണ് ഇവനാണെന്നൊക്കെ പറയുന്നത് ഗൗരവമായിട്ട് എടുക്കാനൊന്നുമില്ല. കാരണം ഇതെല്ലാം മുഹമ്മദ് തന്നെയാണ്. അതിന്റെ കാരണം മുഹമ്മദിന് ചില സ്വകാര്യ താല്പര്യങ്ങളുണ്ടല്ലോ, കുപ്രസിദ്ധമായ ചില ഇഷ്ടങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ്. ഈ 8-9 വാക്യങ്ങൾ, 48-ന്റെ 8-9 വചനങ്ങൾ കൂടി നോക്കാം. നിശ്ചയമായും നിന്നെ നാം ഒരു സാക്ഷിയായും സന്തോഷവാർത്ത നൽകുന്നവനായും താക്കീതുകാരനുമായി അയച്ചിരിക്കുന്നു. അള്ളാഹിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുവാനും അവനെ നിങ്ങൾ സഹായിക്കുവാനും ആദരിക്കുവാനും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന്റെ മഹത്വം പ്രകീർത്തിക്കുവാനും വേണ്ടി. അപ്പോ നിശ്ചയമായും നിന്നെ, ആരാണ് നീ? റസൂല്. നിന്നെ നാം ഒരു സാക്ഷിയായും സന്തോഷവാർത്ത നൽകുന്നവനായും താക്കീതുകാരനായി അയച്ചിരിക്കുന്നു. അല്ലാഹുവിലും അവന്റെ ദൂതനിലും. അപ്പൊ നാം പെട്ടെന്ന് അവനായി, ആ പടെ മാറി. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇത് കണ്ടെത്തിയാൽ നമുക്ക് തീർക്കാത്ത വിധത്തിൽ സംഭവങ്ങളുണ്ട്. ഇനിയുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങള്? ഈ കൊടുത്തോട്ടെ അള്ളാഹു മാസ്റ്റർ, നമുക്ക് അത് ആ സെഗ്മെന്റ് ഒന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കാര്യം സാലി കുറച്ചു നേരമായിട്ട് ഇവിടെ സംസാരിക്കാൻ വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് അവസരം കൊടുത്താട്ടെ. വെരി ഗുഡ്, വെരി അപ്പം ഗുഡ്. സാലി സഹോദര, ഇപ്പം അതേ നമ്മുടെ അനിൽ കൊടുത്തോട്ടം പാസ്റ്റ് ഇവിടെ ഒരുപാട് തരത്തിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ അതിലെ ഈ ഖുറാനിലെ പ്രശ്നങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് അപ്പോൾ ഈ ഖുറാൻ വിശ്വസിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അപ്പോൾ ഈ ഖുറാന്റെ വിശ്വാസയോഗ്യത തന്നെ എന്താണ്? ഉണ്ടെങ്കിൽ സംസാരിക്കാം. അല്ല, ഓക്കെ. അപ്പം നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ അതിനകത്ത് ഖുറാൻ ദൈവിക വചനമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചത് വെച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും താങ്കളുണ്ട്, താഴെയുണ്ട്. കൊടുത്തോട്ടം പാസ്റ്റർ ഒരു മിനിറ്റ് സംസാരിച്ച് തീർക്കട്ടെ. കൊടുത്തോട്ടം പാസ്റ്റർ സംസാരിക്കുമ്പോഴും താങ്കൾ താഴെയുണ്ട്. 2-3 കാര്യങ്ങൾ ഒറ്റ ചോദ്യം കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഷയിലേക്കൊക്കെ നമുക്ക് പോകുന്നതിന് മുൻപ് അതൊക്കെ ഒരുപാട് ഡെപ്തിലാണ് കൊടുത്തോട്ടം പാസ്റ്ററെ. അത്രയിലൊന്നും പോയിട്ട് കാര്യമില്ല. കാര്യം ഭാഷയുടെ കാര്യത്തിലേക്ക് പോയാൽ ഞാനും ഡെപ്തിലേക്ക് ഇറങ്ങും. നാട്ടിലെ മദ്രസയെ പഠിച്ചിട്ട് ആൾക്കാർക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ വെറുതെ ഒരു ദിവസം ഇദ്ദേഹത്തെ കയറ്റി വൈറലാക്കാം എന്നുള്ളതുള്ളൂ. എൻ്റെ സുഹൃത്തെ, ഒറ്റ ചോദ്യം. മനുഷ്യനെ, ഖുറാൻ ദൈവികമായ വചനമാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് അറിയണമല്ലോ മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന്. മനുഷ്യനെ അള്ളാഹു എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? ഖുറാനിൽ പറയൂ. മനുഷ്യൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. തെളിവ് തരാമോ? യുക്തിയല്ല സുഹൃത്തെ, ഞങ്ങളിവിടെ യുക്തിയിലല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സത്യബ്രദറെ, അഗൈൻ ലോജിക്. ഞങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ തെളിവടക്കമാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ താങ്കളോടും ഞങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഒന്നും ഞങ്ങൾ സംസാരിച്ചില്ല. സുഹൃത്തെ, ഞങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഒന്നും സംസാരിച്ചില്ല. താങ്കൾ പറഞ്ഞു മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചതെന്നല്ലേ? മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. താങ്കൾക്ക് തെളിവില്ലെങ്കിൽ ഞാൻ ഇനിയും തെളിവ് തരാം. അതേ പറ്റൂ. 3-59 എന്നാ അവിടെ നിന്നേ. 96-ന്റെ 1 എടുത്തേ. ഹലക്കത്തൽ ഇൻസാന മിൻ അലക് എന്താണ് അർത്ഥം? വായിച്ചോളൂ. 96-ന്റെ 1. ഖുറാൻ ദൈവിക വചനല്ലേ? എടുത്തോളൂ. ഖുറാൻ 96-ന്റെ 1. ഈ ഒരു പോയിന്റ് തീർത്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഈ ഒരു പോയിന്റ് തീർത്തിട്ട് നമുക്ക് ബൈബിൾ ചോദ്യത്തിലേക്ക് പോകാം. ആദമിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല? എന്റെ സഹോദര, ഈ ചോദ്യത്തിന്റെ മറുപടി അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക്. താങ്കൾ പറഞ്ഞു മണ്ണുകൊണ്ടെന്ന്. അപ്പൊ ഞാൻ 96-ന്റെ 1 തരുന്നു. ആരാണ് സംസാരിച്ചത്? കൊടുത്തോട്ടെ മാസ്റ്റർ, സോറി, ഒന്നും കേൾക്കുന്നില്ലായിരുന്നല്ലോ. അതായത് ഇപ്പൊ വായിച്ച ആയത്ത് 96-ന്റെ 1 അല്ല, 96 2. കലക്കോൽ ഇൻസാന മിൻ അലക്. ഞാൻ പ്രമാണം മുന്നിലിന്റെ കയ്യിലും പ്രമാണം. ഇതാണ് പ്രശ്നം. എന്നാ താങ്കൾ കേട്ടോളൂ.
96-ന്റെ ഒന്നില് ഇക്ര ബിസ്മില്ലാദി പറഞ്ഞു തുടങ്ങിയിട്ട് 2-ൽ പറയുന്നു ഹലക്കത്തൽ ഇൻസാന മിൻ അലക്, രക്തക്കട്ടയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു എന്ന് 96-ന്റെ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തോ. 96-ന്റെ 2-ൽ പറയുന്നു. 21-ന്റെ 30-ൽ പറയുന്നു പച്ചവെള്ളം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. 15-ന്റെ 26-ൽ പറയുന്നു ചുട്ടെടുത്ത കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതെങ്ങനെ ഈ കളിമണ്ണ് കൊണ്ടൊന്നും സൃഷ്ടിച്ച ശേഷമല്ലേ അതിനെ ചൂടുന്നത്? പോട്ടെ. 3-ന്റെ 59-ലാണ് താങ്കൾ പറഞ്ഞത് ആദ്യ മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ഒരു മിനിറ്റ്, അവിടെ നിൽക്കേ. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്തത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 19-ന്റെ 67 പറയുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 19-ന്റെ 67 പറയുന്നു. അടുത്തത് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 11-ന്റെ 61 പറയുന്നു. ഇനി കട്ടിയുള്ള എന്തോ 23-12 എന്തായിരുന്നു? നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അല്ല, നിങ്ങൾ ആര് കളിമണ്ണ്, ജസ്റ്റ് കളിമണ്ണോട് സൃഷ്ടിച്ചു. അടുത്തത് സാലി ഒരു സെക്കൻഡ്. കട്ടിയുള്ള ദ്രാവകം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 16-ന്റെ 4, 75-ന്റെ 37. പിന്നെ ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 37-ന്റെ 11-ൽ പറയുന്നു. അപ്പോൾ ഇത്രയും ഭാഗത്തായിട്ട് 7, 8, 9, 10, 11 തരത്തിലാണ്, 11 സബ്സ്റ്റൻസ് കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യനെ അതെ, ഞാനൊരു കാര്യം പറയാം. ഒരു മിനിറ്റ് സാലി, ഒരു സെക്കൻഡ്. പാസ്റ്റർ എന്തോ പറഞ്ഞായിരുന്നു, ഒന്നും കൂടെ പറയാം. രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 96-ന്റെ 1, 2 വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. അടുത്തത് വെള്ളം കൊണ്ട്, പച്ചവെള്ളം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 21-ന്റെ 30. അടുത്തതായി ചുട്ടെടുത്ത കളിമണ്ണ് എന്ന്. ഒരു സെക്കൻഡ്, അത് നിർത്തി പറ, ആൾക്കാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കട്ടെ. അതുപോലെ വാര്യർ ബദർ അതൊന്ന് നോക്കിയിട്ട് പറ കേട്ടോ, ചിലത് തെറ്റിപ്പോകുന്നു. ഓക്കെ. എത്ര? 21-ന്റെ 30. 21-ന്റെ 30 പച്ചവെള്ളം കൊണ്ട് സൃഷ്ടിച്ചു. 21-ന്റെ 30. അടുത്തത് ചുട്ടെടുത്ത കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 15-ന്റെ 26-ൽ പറയുന്നു. 15-ന്റെ 26. ഇന്നലെ അതൊന്ന് എടുത്തത് കൊണ്ടാണ് ഞാനൊന്ന് ഓടിച്ചങ്ങ് പോയത്. 15-ന്റെ 26 ചുട്ടെടുത്ത കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. അടുത്തത് പൊടിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 3-ന്റെ 59-ൽ പറയുന്നു. 3-ന്റെ 59-ൽ പറയുന്നു പൊടിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. ആലി ഇമ്രാന്റെ 59. ആരുടെ മൈക്ക് ഓണാണേ. അടുത്തത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 19-ന്റെ 67-ൽ പറയുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 19-ന്റെ 67-ൽ പറയുന്നു. ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 11-ന്റെ 61-ൽ പറയുന്നു. ആവർത്തിക്കുന്നു, 11-ന്റെ 61-ൽ പറയുന്നു ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു. ആവർത്തിക്കുന്നു, 11-ന്റെ 61. അടുത്തത് കട്ടിയുള്ള ദ്രാവകം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 16-ന്റെ 4-ലും 75-ന്റെ 37-ലും പറയുന്നു. 16:4, 75:37. 16-ന്റെ 4-ലും 75-ന്റെ 37-ലും പറയുന്നു കട്ടിയുള്ള ദ്രാവകം കൊണ്ട് സൃഷ്ടിച്ചു. 37-ന്റെ 11-ൽ പറയുന്നു ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. 37-ന്റെ 11 ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പറയുന്നത്. എൻ്റെ പൊന്ന് സാലി സഹോദര, ഇതൊക്കെ അങ്ങോട്ട് ഖുറാൻ അങ്ങോട്ട് ഒരു സൈഡിൽ നിന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ഇത് ചിമ്പാൻസി സൃഷ്ടിച്ച കാര്യമായിരുന്നു പറഞ്ഞത്. അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് പലരും സൃഷ്ടിച്ചതായിട്ട് പറയണ്ടല്ലോ മനുഷ്യനെ. ഞാൻ പറഞ്ഞ ആദമിനെ എവിടുന്നാണ് സൃഷ്ടിച്ചത്, ഏതിൽ നിന്നാണ് സൃഷ്ടിച്ചത് നിങ്ങൾക്കറിയില്ല. ഇവൻ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യമാണ് പറയുന്നത്. മനുഷ്യനെ സാഹചര്യത്തിനനുസരിച്ച് പ്രമാണത്തില് ഖുറാനില് സാഹചര്യത്തിനനുസരിച്ചാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചത്. അത് നിങ്ങൾക്കറിയില്ലേ? അത് എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് പ്രമാണം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ആദമിനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ തെളിവ് പറയാൻ താങ്കൾക്കുണ്ടോ? ആ സാഹചര്യ തെളിവെന്ന് പറയാമോ? എന്റെ കയ്യിൽ പ്രമാണമല്ല, അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ കയ്യിൽ പ്രമാണമല്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പ്രമാണമുണ്ട്. ഇവിടെ ആദത്തിനെ എന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യനെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ദൈവമാണെന്നുണ്ടെങ്കിൽ അവൻ ഒരു വസ്തു സൃഷ്ടിക്കുമ്പോൾ അവൻ ഒന്നിൽ നിന്നാണ് സകലത്തെയും സൃഷ്ടിക്കുന്നല്ലോ.
അല്ലെങ്കിൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയണം. ഇതങ്ങനെയല്ലല്ലോ. കുൽ എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലല്ലോ. അങ്ങനെയാണോ? യഹുൻ എന്ന് പറഞ്ഞാണോ സൃഷ്ടിക്കപ്പെട്ടത്? അല്ല. അപ്പൊ താങ്കൾക്ക് അതിനകത്ത് മറുപടി, ഒരു മിനിറ്റ്, താങ്കൾക്ക് അതിൽ മറുപടിയും ഇല്ല. ഞങ്ങളുടെ എക്സ്പ്ലനേഷനും തെളിവുകളും ഞങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ശരി, ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് താങ്കൾക്ക് ചോദിക്കാം. യുവർ ചോയ്സ്. ദ ക്വസ്റ്റ്യൻ ഈസ് യുവേഴ്സ്. നിങ്ങളും വിശ്വസിക്കുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തില് ഞങ്ങളും നിങ്ങളും വിശ്വസിക്കുന്ന പ്രമാണം ഒന്നല്ല, രണ്ടും രണ്ടാണ്. പ്ലീസ് അങ്ങനെ കൂട്ടിച്ചേർക്കല്ലേ. അല്ല, ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. ഏത് വിശ്വസിക്കുന്നുണ്ട്? ചില വചനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ബൈബിളിലെ. ഏത് ചില വചനങ്ങൾ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ അല്ല, നിങ്ങൾക്ക് തോന്നിയത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് മത്തായി അധ്യായം 15:24 ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വിശ്വസിക്കാൻ വേണ്ടി അല്ല, അത് ഖുറാനി പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് ഖുറാനി പറഞ്ഞിട്ടുണ്ടോ? ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഖുറാനി പറയാത്ത കാര്യം നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത്? അല്ല, ഖുറാനി പറയാത്ത കാര്യം നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഞങ്ങൾ വിശ്വസിക്കണം. അത് കാരണം ദൈവിക വചനങ്ങളുണ്ട് അതില്. ഒന്ന് വിട്ടിട്ട് പോയ എന്റെ പൊന്ന സഹോദര, ചുമ്മാ വെറുതെ എന്നെ ചൂടാക്കല്ലേ. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വാ. നിങ്ങൾക്ക് ബൈബിളിനെ വിശ്വസിക്കാൻ യാതൊരു ആധികാരികതയും ഇല്ല. നിങ്ങളുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് വിശ്വസിക്കാനൊന്നും ഖുറാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ മുഹമ്മദ് ഈ പറയുന്ന മുൻവേദക്കാരോട് നിങ്ങൾ പോയി ചോദിക്കണമെന്ന് മുൻവേദങ്ങൾ എടുത്ത് തന്റെ മുന്നിൽ വെച്ച് അതിന് മുൻപാകെ പോയി സുജൂദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. താൻ അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് വല്ലതും പറയുന്നെങ്കിൽ ഖുറാനിൽ നിന്ന് അതിന് തെളിവുണ്ടായിരിക്കണം. ഇന്ന ആയത്ത് ഇന്ന വചനം നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് ഖുറാൻ പറയുന്ന സാധനം കൊണ്ടുവരണം. അല്ലാതെ ഇവിടുന്ന് വായിത്താരി പറ്റില്ല. താങ്കൾക്ക് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. താങ്കളുടെ ഫിലോസഫി വേണ്ട, താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. 15:24 ഇസ്രായേൽ ഗ്രഹത്തിലേക്കുള്ള ആളുകളുടെ അടുത്തേക്കാണ് എന്നെ അയച്ചത് എന്ന് പറഞ്ഞത് അല്ലെ? അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. താങ്കൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോ? താങ്കളുടെ ചോദ്യം എന്താണ്? താങ്കൾ വിശ്വസിക്കുക. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. അല്ലെ, ഭാസ്കർ തന്നെയാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. പക്ഷെ ചോദ്യം എന്താണ്? താങ്കൾ അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്തുകൊണ്ടെങ്കിലും ചെയ്തോ? ഞാനത് വിശ്വസിക്കുന്നുണ്ട്. താങ്കൾ വിശ്വസിച്ചോ? താങ്കൾ വിശ്വസിക്കോ, തല ചുമക്കോ ഒക്കെ ചെയ്തോ? ചോദ്യം എന്താണ്? താങ്കളുടെ ചോദ്യം എന്താണ്? ആ വിശ്വാസ പ്രകാരമാണ് ഞാൻ മുഹമ്മദ് നബിയിലും ഖുറാനിലും വിശ്വസിക്കുന്നത്. ഏത് ഇസ്രായേൽ ഗ്രഹത്തിലേക്കല്ല, അത് ആളുകളുടെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല യേശു പറയുകയാണ്. ആ വിശ്വാസ പ്രകാരമാണ് ഞാൻ ഇപ്പൊ ഈ ഖുറാനും മുഹമ്മദ് നബിയിലും ഞാൻ വിശ്വസിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദിൽ വിശ്വസിക്കാൻ? അധ്യായം 15:24. 15:24 മുഹമ്മദിൽ വിശ്വസിക്കാനാണോ പറഞ്ഞേക്കുന്നത്? മുഹമ്മദ് അല്ല, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. നിയമ വൃത്താന്തത്തിൽ പറയുന്നുണ്ട്. 18:18 പറയുന്നുണ്ട് പഴയ നിയമത്തില്. ദിനവൃത്താന്തത്തിലോ നിയമാവർത്തനത്തിലോ? നിയമാവർത്തനം. എന്താണ് പറയുന്നത്? അവരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ എന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം എന്റെ വാക്കുകൾ ഞാൻ എന്റെ വായിൽ നിന്നുള്ള വാക്കുകൾ ഞാൻ എന്റെ വായിൽ നിക്ഷേപിക്കും. എന്തൊക്കെയാ പറയുന്നേ? അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. ഇത് ആരോട് പറയുന്നതാ? ആരോട് പറയണത്? ആരോട് പറയുന്നതാണെന്നാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി കേൾക്കുക. പഴയ നിയമത്തിൽ ഇത് ആരോട് പറയുന്നതാണ് സഹോദര? പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ. ഇത് ആരോട് പറയുന്നു? അത് ദൈവം പറയണത്. ആരോട് പറയുന്നു? അത് മൂസാ നബിയോട് പറയണത്. മൂസാ നബിയോട് പറയാണ്. ഓക്കെ. ആരുടെ നടുവിലേക്ക് അയക്കും എന്നാണ് പറയുന്നത്? എങ്ങനെ? ആരുടെ നടുവിലേക്ക് അയക്കും എന്നാണ് പറയുന്നത്? നിന്നെ പോലെ ഒരു പ്രവാചകനെ അവർക്ക് വേണ്ടി അയക്കും. ആർക്ക് വേണ്ടി അയക്കും? അതെ, പ്രവാചകനെ അയക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് താങ്കളുടെ ചോദ്യം എന്താണ്? അതുകൊണ്ടുള്ള താങ്കളുടെ ചോദ്യം? എന്റെ ചോദ്യം, ഈ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്കളുടെ വിശ്വാസം അതാണ്. ആ ചോദ്യം അനിൽ കൊടുത്തോട്ടം പാസ്റ്ററിലേക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ ഇടയിൽ നിന്ന് വേറെ ഇനിയും സംസാരിക്കരുത്. അവരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ ഞാൻ അവരുടെ നടുവിൽ അയക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, നിന്നെ പോലൊരു പ്രവാചകനെ അയക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നു അത് മുഹമ്മദ് നബി ആണെന്ന് പറയുന്നു. കൊടുത്തോട്ടം പാസ്റ്റർ, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? കിടക്കാം. കാരണം അദ്ദേഹത്തിന് അത് എവിടാന്നറിയോ സുഹൃത്തെ? വചനം അറിയോ? വചനത്തിന്റെ റെഫറൻസ് പഴയ നിയമം എന്ന് പറഞ്ഞ ഒത്തിരി ഉണ്ടല്ലോ. അതിലെവിടാ?
നിയമാവർത്തനം റെഫറൻസ് പറ, അറിയോ? 18:18 ആ, ആവർത്തനം 18:18 പറയുന്ന പ്രവാചകൻ മുഹമ്മദ് ആണെന്ന് താങ്കൾ പറയുന്നു, അങ്ങനല്ലേ? അതെ 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 അതെ, ഞാൻ അങ്ങനെ പറയുന്നു. ഓക്കെ. അപ്പൊ ഉത്തരം പറയാം. ഈ മൂസ അല്ലെങ്കിൽ മോസസിന്റെ കാലത്ത് അദ്ദേഹം പറയുന്ന ആ പ്രവാചകൻ അതെ മുഹമ്മദാണ് എന്ന് ഈ പറയപ്പെടുന്ന സാലിയേക്കാൾ ആധികാരികമായി പറയേണ്ട ആളുകൾ ഉണ്ടായിരുന്നു. ഒന്നാമൻ മുഹമ്മദ്, രണ്ടാമൻ അള്ളാഹു, മൂന്നാമൻ അബൂബക്കർ, നാലാമൻ നമ്മുടെ ഉസ്മാൻ, ഉസ്മാനും പോട്ടെ ഉമർ, അഞ്ചാമൻ ഉസ്മാൻ, ആറാമൻ നമ്മുടെ അലി. ഇവരാരും പറഞ്ഞിട്ടില്ല. ഇവരാരും വെറുതെ പോലും അഭിപ്രായപ്പെടാത്ത ഈ കാര്യം പറയാൻ നിങ്ങളുടെ ആധികാരികത എന്ത്? ഇതാണ് അടുത്ത ചോദ്യം. ആധികാരികത എന്താണെന്ന് വെച്ചാല്, കാരണം അവരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്നാണ് പറയുന്നത്. ആര്? ഞാൻ അത് മൂസ. സമ്മതിച്ചു, അത് ഞാൻ ഇസ്രായേൽ. സമ്മതിച്ചു. എനിക്ക് അങ്ങനല്ല സാലി, ചോദ്യം അതല്ല. സുഹൃത്തെ, ചോദ്യം അതല്ല. ചോദ്യം അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനതൊന്ന് വ്യക്തമാക്കാം. നിങ്ങൾ പറയാൻ പോന്നെ മോശ വിവാഹം കഴിച്ചു, പിന്നെ മുഹമ്മദും വിവാഹം കഴിച്ചു. മോശ വാര്യറായിരുന്നു, അദ്ദേഹവും ഭയങ്കര വാര്യറായിരുന്നു. മോശ ഇങ്ങനെ ഈ സിമിലാരിറ്റി എനിക്ക് കേൾക്കണ്ട. കാരണം നിങ്ങൾ ഈ പറയുന്ന സിമിലാരിറ്റി ഒക്കെ ഹിറ്റ്ലർക്കും യോജിക്കും, മറ്റു പലർക്കും യോജിക്കും. ഞാൻ അങ്ങനെ യോജിപ്പിച്ചും തരാം, അത് ചേരുന്നത്. എനിക്ക് ആ യോജിപ്പൊന്നും അല്ല വേണ്ടത്. ഇത് പറയേണ്ട ആള് താങ്കളല്ല. നമ്മൾ തമ്മിലുള്ള ഉള്ള ഈ തർക്കത്തിന് പോലും പ്രസക്തി ഇല്ലാത്തിട്ട് തീർഘനം അന്തസ്സോടെ പറയാൻ നട്ടലുണ്ടാകേണ്ട ആള് മുഹമ്മദാണ്. ആവർത്തനം 18:18 എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് കണ്ടിട്ടുണ്ടല്ലോ, പുള്ളി ഇത് വായിച്ചിട്ടുണ്ടല്ലോ. ഇനി പുള്ളി വായിച്ചില്ലെങ്കിലും അള്ളാഹു കണ്ടിട്ടുണ്ടല്ലോ. കുറഞ്ഞ പക്ഷം ആവർത്തനം 18:18 നിങ്ങളുടെ അള്ളാഹു കൊടുത്തതാണെങ്കിൽ തന്റെ പ്രവാചകനോടെങ്കിലും പറയല്ലേ, നീ ആരാണെന്ന് ആളുകൾ ചോദിക്കാൻ വരുമ്പോ പറയണം, ആവർത്തനം 18:18 പറയുന്ന ആ പ്രവാചകൻ അങ്ങേരാണ് എന്ന് പറയാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിയാതെ പോയും താങ്കൾക്ക് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറരുത്. ഒറ്റ സെക്കൻഡ്, സോറി പാസ്റ്റർ. സാലി സംസാരിക്കുമ്പോൾ ഇടയിൽ കയറല്ലേ. താങ്കൾ ചോദിച്ചതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ പറയുന്നത് വളരെ പ്രബലമായ ഒരു കാര്യമാണ്, ഞങ്ങൾ ഉൾക്കൊള്ളാനായി ചോദിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം ഇത്ര, ഇവര് രണ്ടും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നിങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ ഇസ്ലാമിൽ അതോറിറ്റിയുള്ള ശരിക്കും ഖിലാഫത്ത് റാഷിദ കാലത്ത് ഇസ്ലാമിനെ ഏറ്റവും ശക്തമായി നയിച്ച 4 ഖലീഫമാര് മിണ്ടുന്നില്ല, ഈ മുഹമ്മദും മിണ്ടുന്നില്ല. ഇവരാരും പറയാത്തൊരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്. അത് മനസ്സിലായോ? കുറഞ്ഞ പക്ഷെ അത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അവർക്ക് പറയാൻ കിട്ടാത്ത അതോറിറ്റി നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇതാണ് നമ്മുടെ ചോദ്യം. ഊഹമൊന്നും പറയരുത്. അതായത് ഇപ്പം അദ്ദേഹവും കല്യാണം കഴിച്ചു, ഇദ്ദേഹവും കല്യാണം കഴിച്ചു, അത് ഭൂമിയിലെ ഏതാണ്ട് 90% പേർക്ക് ഈ കല്യാണം കഴിക്കുന്ന കാര്യം യോജിക്കും. അടുത്തത് അദ്ദേഹവും വാര്യറായിരുന്നു, ഇദ്ദേഹവും വാര്യറായിരുന്നു, അതും യോജിക്കും. ഇതിനകത്ത് അർത്ഥമൊന്നുമില്ല. അത്തരം സിമിലാരിറ്റി പറയുകയും ചെയ്യില്ല. ആ സിമിലാരിറ്റിക്ക് ഞാൻ വേറെ കുറെ മറുപടി പറയാം. അങ്ങോട്ട് നമ്മൾ പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് ദാവാക്കാരുടെ സ്ഥിരോരാടവാണ്. ആവർത്തനം 18:18 മുഹമ്മദ് എന്ന് പറയുന്ന ആളിനെ പറ്റി പ്രവചനമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതേ ഉള്ളൂ, അതിന് ഇവരെന്താണത് പറയാത്തത്? അതിന് ഒരു കാര്യം പറഞ്ഞു നിർത്താം. യേശുക്രിസ്തു പറയുന്ന പലയിടങ്ങളിലും എന്നെ പറ്റി ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. 2-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അവനെ കുറിച്ച് റഫറൻസ് കൃത്യം ഉദ്ധരിച്ചാ പറയുന്നത്. കൃത്യം ഉദ്ധരിച്ച്, ഇന്ന് നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാണ് യേശുവിന്റെ അനുഗാമികൾ യേശുവിനെ കുറിച്ച് എഴുതി തെളിയിക്കുന്നത്. പൂർവ്വവേദങ്ങളെന്ന് നിങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ എവിടെങ്കിലും മുഹമ്മദിനെ പറ്റി ഉണ്ടായിരുന്നു എന്ന് മുഹമ്മദാണ് സാറേ പറയണ്ടേ. മുഹമ്മദ് മാത്രമാണ് പറയേണ്ടത്. അത് മുഹമ്മദിന് പറ്റുന്നില്ല, അള്ളാഹുവിന് ഒട്ടും പറ്റുന്നില്ല, ഖലീഫമാർക്ക് ആർക്കും പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നതിനകത്ത് എന്ത് വില ഞങ്ങൾ കൽപ്പിക്കണമെന്നാ ചോദ്യം. അതിന് മുഹമ്മദും 4 ഖലീഫമാരും ഈ പുതിയ നിയമം പഴയ നിയമം അറിയില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് അറിയണ ഒരു സംഗതി ആണെങ്കിലേ അത് പറയാൻ പറ്റുള്ളൂ. ഇതിനെല്ലാം തെളിവുകളാണ്. മുഹമ്മദിനും അള്ളാഹുവിനും ഈ പറയുന്ന സഹാബാക്കൾക്കൊന്നും പുതിയ നിയമം അറിയില്ലായിരുന്നു. തെളിവുകൾ നോക്കണം. അവർക്കത് അറിയില്ലായിരുന്നു, അല്ലല്ല അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ള തെളിവാണ്. കാരണം അള്ളാഹു നേരിട്ട് ഈ ജിബ്രീലിനെ കൊണ്ട് സംസാരിപ്പിക്കുകയായിരുന്നു, സന്ദേശം എത്തിക്കുകയായിരുന്നു. അള്ളാഹുവിനെ അറിയായിരുന്നു. എന്നിട്ട് അള്ളാഹു പറയണ്ടായിരുന്നോ? എങ്ങനെ? ഞാൻ പണ്ട് കൊടുത്ത ആവർത്തനം 18:18 ആളാണ് നീ എന്ന് മുഹമ്മദിനോടേലും ചെവിയിലേലും പറയണ്ടായിരുന്നോ? അല്ല, കൊടുത്തോട്ട മാസ്റ്റർ, അവിടെ ഒരു പ്രശ്നമാണ്. അല്ലല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് സാലി ഒരു സെക്കൻഡ്. സാലി കൊടുത്തോട്ടം പാസ്റ്റർ ചോദിച്ചത് ആവർത്തന പുസ്തകത്തിലെ കാര്യമാണ്. ഈ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് ആണെന്നാണ് താങ്കൾ പറഞ്ഞത്. അതിന്റെ ചോദ്യം തന്നെയാണ്
കൊടുത്തോട്ടം പാസ്റ്റർ താങ്കളോട് ചോദിച്ചത്. അപ്പോൾ താങ്കൾ പറയും ഇവർക്ക് പുതിയ നിയമം അറിയില്ലായിരുന്നു എന്ന്. പുതിയ നിയമത്തിലെ കാര്യമല്ല. മുഹമ്മദ് എടുത്ത് മുന്നിൽ കൊണ്ടുവച്ച് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് മാറി അവിടെ കൊണ്ടുവച്ച് അതിന് മുൻപാകെ സുജൂദ് ചെയ്ത അതേ തൗറാത്തിലെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ തൗറാത്തിലെ ഈ ഭാഗം, ഈ പ്രവാചകൻ എന്നുള്ള ഭാഗമാണ് ചോദിക്കുന്നത്, പുതിയ നിയമത്തിലെ കാര്യമല്ല. പഴയ നിയമം അറിയാമായിരുന്നല്ലോ. അപ്പോൾ ഈ പറയുന്ന പഴയ നിയമത്തിലെ പ്രവാചകൻ ഞാൻ തന്നെ എന്ന് മുഹമ്മദിനെ കൊണ്ട് എന്തുകൊണ്ട് പറയിച്ചില്ല? പറഞ്ഞോളൂ. അതന്നെ, എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അല്ല, പുള്ളി പറഞ്ഞല്ലോ ബ്രദറെ, ഹലോ, പുള്ളി പറഞ്ഞല്ലോ ഇങ്ങനെ അള്ളാഹുവിനും മുഹമ്മദിനും അത് അറിയില്ലായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു. പാവം. അല്ല, അള്ളാഹുവിനെ അറിയാത്തത് ഒന്നുമില്ലല്ലോ. പ്രവാചകന് വഹി എത്തിച്ചു കൊടുത്തത് ജിബ്രീലാണ്. ആ അറിവാണ് അതിനൊരു തെളിവ് തരാമോ? അല്ല അങ്ങനെ ബ്രദറെ, അങ്ങോട്ട് പോകണ്ട, അതിനൊരു ഇതിൽ തന്നെ നിൽക്കൂ പ്ലീസ്. കാര്യം പറയും. നിങ്ങൾ കുറെ നേരമായിട്ട് അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാം. ചോദ്യം പഴയ നിയമത്തിൽ നിന്നാണ്. ചോദ്യം പഴയ നിയമത്തിൽ നിന്നുള്ള ആ പ്രവചനം താങ്കൾ പറഞ്ഞു അതേ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇടയ്ക്ക് കയറരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മുഹമ്മദ് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും മാറി താൻ എടുത്ത് തൗറാത്ത് എന്ന് പറയുന്ന കിതാബ്, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എടുത്ത് ഈ ഇരിപ്പിടത്തിൽ വെച്ചുകൊണ്ട് അതിനു മുൻപാകെ സുജൂദ് ചെയ്തുകൊണ്ട് ഞാൻ നിന്നിലും ഇത് ഇറക്കിത്തന്നവനിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്ത് അതേ തൗറാത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ പ്രവാചകന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അത് മുഹമ്മദ് ആണെങ്കിൽ എന്തുകൊണ്ട് പലപ്പോഴും തെളിവ് ചോദിച്ചു വരുമ്പോൾ ഞാൻ ഈ മുഹമ്മദാണ് അല്ലെങ്കിൽ ഈ പ്രവാചകൻ ഞാനാണ് എന്ന് എന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല? അത് ഏയിലാണ് സുജൂദ് ചെയ്തത്. ഈ ചോദ്യം ശരിയായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, നമുക്കൊക്കെ ഒന്ന് യുക്തിയിലൂടെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? യുക്തി വേണ്ട, യുക്തി വേണ്ട, യുക്തി വേണ്ട, യുക്തി വേണ്ട, നമുക്കുള്ളത് മതി. യുക്തി വേണ്ട, യുക്തി വേണ്ട, നമുക്ക് എവിഡൻസ് മതി. യുക്തി മുമ്പ് പാടില്ലെന്ന ഒരാൾ വന്നായിരുന്നു. അതാ വേറൊരു വിഷയം. ഇത് എന്തൊക്കെയാണെന്ന് ഇതിലൊരു തീരുമാനത്തത് ഞങ്ങൾ പറയാൻ നിങ്ങൾ യുക്തി കൊണ്ട് ഖുറാന്റെ അടുത്തോട്ട് ചെല്ലുന്നു. അപ്പൊ യുക്തി ഇപ്പുറത്താകാവോ? അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ യുക്തി മുഹമ്മദ് ഇല്ലാതെന്നാണ് പറഞ്ഞത്. അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? അതാണ് എനിക്കറിയേണ്ടത്. ആളൊരു തല്ലിപ്പൊളിയായുണ്ട്, അല്ല വേറെന്തോ വേറെ നിസാര കൊടുത്തോണം മാസ്റ്റർ തിരിഞ്ഞുപോയി. യേശുവിനെ പ്രവാചകൻ എന്നാ പുള്ളി പറഞ്ഞത്. അപ്പൊ അത് ശരി. അതെ. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി ഒരു പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് അത് ഒരു പ്രവാചകനാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല? ഞങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പ്രവാചകനായ ക്രിസ്തു വാക്യം എത്രയുണ്ട്, വചനം എത്രയുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഞങ്ങളോട് ആര് പറഞ്ഞു? യേശു ദൈവത്തിന്റെ പ്രവാചകനാണ്, യേശു യഹോവയുടെ ദാസനാണ്, യേശു യഹോവയുടെ പുത്രനാണ്, യേശു ഞങ്ങളുടെ രക്ഷിതാവാണ്, യേശു ദൈവത്തോട് സമത്വമുള്ളവനാണ്, യേശു ദൈവമാണ്. അതന്നെ ഞങ്ങളും വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഈ പുള്ളി നിർത്തതായോ? നിർത്തതായോ? അത് തന്നെയാണ്. കാരണം ഏകനായ ദൈവത്തെ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളും അത് തന്നെയാണല്ലോ വിശ്വസിക്കുന്നത്. ഏത് തന്നെ? നമ്മള് ഞങ്ങളിൽ ഒരു ദൈവത്തെ അല്ല, ഞങ്ങളല്ല വിശ്വാസം. അല്ല, യേശു വന്നത് ശരിക്കും ദൈവവചനങ്ങൾ പറയാനാണ് വന്നത്, അല്ലെ? ദൈവവചനങ്ങൾ പറയാനാണ് വന്നത്. അല്ലല്ല, അങ്ങനല്ല. സ്വർഗരാജ്യത്തെ കുറിച്ച് പറയാനാണ്. വചനം ജഡമെടുത്തവനാണ് യേശു. അല്ല, വചനം പ്രത്യേകിച്ച് ഒരു പ്രസംഗം പറഞ്ഞിട്ട് പോകാൻ വന്ന ആളല്ല. അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നില്ല. യേശു ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരാണ്, റെഡീമർ. അതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അതിനൊന്നും മുഹമ്മദ് എവിടെയും കണ്ണിച്ച് കാണുന്നില്ല. അതല്ല ഞാൻ പറയുന്നത്, യേശു വചനങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അല്ല, മുഹമ്മദിനില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ്? ഇപ്പൊ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. കൊടുത്തോട്ടം പാസ്റ്റർ നേരത്തെ ചോദിച്ചത് അത് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കും ഇടയ്ക്കറില്ലേ. കൊടുത്തോട്ടം പാസ്റ്റർ നേരത്തെ ഡയറക്റ്റ് ചെയ്ത ചോദ്യം അങ്ങനെ തന്നെയാണ്. മുഹമ്മദിനില്ല, അള്ളാഹുവിനില്ല അങ്ങനെ ഒരു അറിവോ അങ്ങനെ ഒരു തിരുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതായ ഒരു വിശ്വാസം മുഹമ്മദിന് പോലും ഇല്ല. അങ്ങനെയാണ് മുഹമ്മദിനുണ്ടായിരുന്നത്, മുഹമ്മദ് പറഞ്ഞേനെ. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞത് പിന്നെയും വാലിഡ് ആണെന്ന് പറയാം, ഓക്കെ. പക്ഷേ മുഹമ്മദ് എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ഹദീസിൽ കാണിച്ചു തരാൻ സാധിക്കുമോ മുഹമ്മദ് പറയുന്ന ഈ പ്രവാചകൻ ഞാനാണ്? അപ്പോൾ താങ്കൾ പറഞ്ഞത് അങ്ങനെയുള്ളതായിട്ട് എനിക്ക് അറിവില്ല, അങ്ങനെ എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് അതാണ് ഇത്, അതുതാനല്ലയോ ഇത് എന്ന് വെറുതെ വർണ്ണത്തിൽ ആശങ്ക ചൊല്ലിയിട്ട് കാര്യമില്ലല്ലോ. തെളിവുകളാണല്ലോ നമുക്ക് വേണ്ടത്. ഒരു പ്രവാചകനെ അയക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കാര്യം സോറി, ഞാൻ ഇടയ്ക്കിടപെട്ടിൽ ഓർത്തപ്പോൾ പറഞ്ഞു പോയതാ. അതായത് ഇതുപോലൊരു സാധനം കൊണ്ടുവരും,
നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന്. ഇതും കൊണ്ട് എന്നോട് ഒരു മുസ്ലിം സഹോദരൻ അടുത്തു വന്നു. ഞാനിതെല്ലാം കേട്ടേച്ച് വെച്ച് ഈ മുഹമ്മദ് എന്നേക്കും ഇരിക്കുന്നുണ്ടോ നമ്മുടെ കൂടെ? അപ്പൊ ആകെപ്പാടെ വിഷമിച്ചു. ചേരുന്ന കാര്യമല്ലത്. മുഹമ്മദ് എന്നേക്കും ഇരിക്കുന്നില്ല, പുള്ളിക്കാരൻ മരിച്ചുപോയി. നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന്. പുള്ളി തന്നെ എടുത്ത വാക്യ. അപ്പൊ ഇത് സലീം മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലുണ്ട്. അതായത് മുസ്ലിങ്ങൾ ക്രൈസ്തവരോട് പറയാൻ ശ്രമിക്കുന്ന അവരുടെ വാദങ്ങളെല്ലാം പ്രബലമാണ്. ആ പ്രബല വാദങ്ങൾക്ക് തെളിവില്ല. അതാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ആരോപണമായി ഉന്നയിക്കുമ്പോൾ അതിന് തെളിവ് കിട്ടണം. ഇപ്പൊ ഇന്നലെ ഒരു മുൻ മന്ത്രി പറഞ്ഞു 5 കോടി രൂപ ഒരു കമ്മീഷൻ ഉമ്മൻചാണ്ടിക്കെതിരെ കൈപ്പറ്റി. അപ്പൊ നാളെ അയാൾ കോടതി പോയി അയാൾ തെളിവ് കൊടുക്കണം. വിളിച്ചു പറഞ്ഞ കാര്യത്തിന് തെളിവ് കൊടുത്തേ പറ്റൂ. പക്ഷെ പ്രബലമാണ് അയാളുടെ വാദം. ആ വാദത്തിന് തെളിവ് കൊടുക്കണം. അങ്ങ് ഞങ്ങളുടെ കയ്യിൽ വന്ന് പറഞ്ഞത് മുഹമ്മദിനെ പറ്റി ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്. ഇനി ഞങ്ങളത് കാണാൻ പ്രശ്നമില്ല. ഇതുപോലെ മുസ്ലിം സഹോദരന്മാർ പറയുന്ന അടുത്ത വാദമാണ് മുഹമ്മദിനെ പറ്റി യേശു ക്രിസ്തു പ്രവചിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ മുഹമ്മദ് പറഞ്ഞതാ ഞങ്ങൾക്ക് അറിയണ്ടേ. വേറെ ആര് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾക്കും ഞങ്ങൾക്കും കാര്യമില്ല. കാരണം മുഹമ്മദ് പറയാത്തത് നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് മുഹമ്മദ് അതൊന്നും വായിച്ചിട്ടില്ല. തെറ്റാണത്. കാരണം മുഹമ്മദിനെ പ്രവാചകനാക്കിയ ബറക്കത്ത് ഇബ്നു നൗഫൽ അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് പ്രവാചകനാകുന്നത്. അദ്ദേഹം ഇഞ്ചിയിൽ പരിഭാഷപ്പെടുത്തുന്ന ആളായിരുന്നു എന്നാണ് നിങ്ങളുടെ കൃതികളിൽ കാണുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഉമർ ഒരിക്കൽ തൗറത്ത് കൊണ്ടുവന്നു, ഈ അള്ളാന്റെ റസൂലിനെ വായിച്ചു കേൾപ്പിച്ചു. അപ്പം അത് അള്ളാന്റെ റസൂല് കേട്ടിട്ട് അള്ളാഹുവിന് മഹത്വം കൊടുത്തു. ഞാൻ തെളിവ് തരാം. ഇങ്ങനെ ഒത്തിരി ഭാഗമുണ്ട്. അപ്പൊ ഈ തൗറത്തൊക്കെ വായിച്ച പുള്ളി കേട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, ഉമറിന്റെ സഹായം വേണ്ടെന്ന് ജിബ്രിൽ നിൽക്കല്ലേ. മാത്രമല്ല ഇസ്ലാമിക ലോകത്തിന്റെ വീക്ഷണം അനുസരിച്ച് മുഹമ്മദ് മുമ്പ് എഴുത്തും വായന അറിയാത്തയാളും അള്ളാഹുവിനെ അറിഞ്ഞപ്പോൾ ഒരു മഹാ അറിവിന്റെ സാഗരമാണെന്നുമാണ്. മുഹമ്മദ് തന്നെ അത് പറയുന്നുണ്ട്. ഞാൻ അറിവിന്റെ മഹാനഗരമാണ്, ആ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടം അലിയാണ്. ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു മനുഷ്യന് താങ്കളോളം അറിവില്ലെന്നല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ലെ ദാവാക്കാരന്റെ അറിവില്ലെന്നല്ലേ? കാരണം ഇവര് പറയുന്നില്ല, അലി പറയുന്നില്ല അറിവിന്റെ മഹാനഗരത്തിലേക്കുള്ള പ്രവേശന കവാടമാകുന്ന അലിയോ അറിവിന്റെ മുഴുവൻ പൊരുളായിട്ടുള്ള അള്ളാന്റെ റസൂലോ നിങ്ങൾ പറഞ്ഞ വാദം പറയാതിരിക്കെ നിങ്ങൾ ക്രൈസ്തവ രീതിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇത് ചോദിക്കുന്നതിനകത്ത് എന്ത് തെറ്റ്? ഒരാൾ നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാൻ വരുന്നു, ഒരു ഉദ്യോഗസ്ഥൻ ആദ്യം ചോദിക്കുന്നത് സാർ വാറന്റ് ഉണ്ടോ? അതാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾ നിങ്ങളോട് തെളിവാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന്റെ, ഒരു മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ കയറാൻ നിങ്ങൾക്ക് ആര് തന്നു അധികാരം? നിങ്ങൾ കള്ളനാണോ കൊള്ളക്കാരനാണോ വേഷം മാറി ഒന്നാണോ ഞങ്ങൾ എങ്ങനെ അറിയും? അതുകൊണ്ട് ഗവൺമെന്റ് തന്നിട്ടുള്ള കോർട്ടിന്റെ പേപ്പറിങ് ഇതേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഏറ്റവും ആദരണീയനായി കാണുന്ന മുഹമ്മദോ അള്ളാഹുവോ പറഞ്ഞ ഒരു ക്ലെയിം ഞങ്ങളെടുത്ത് കാണിക്കേ. ഒരു ഊഹമെങ്കിലും കാണിച്ചതാ. ഊഹം, നേരിട്ടൊന്നും വേണ്ട. ഒരു ഊഹം പോലും ഇല്ലാതിരിക്കുകയാണ് സുഹൃത്ത് നിങ്ങളെല്ലാം ഇത് പറയുന്നത്. ദയവായി നിങ്ങൾ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ഒഴിവാക്കണം, അല്ലെ തെളിവ് കൊണ്ടുതരണം. ഇപ്പത്തെ കാലത്ത് ഞാനൊരു കാര്യം എന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. എന്ത് തെളിവ് കൊണ്ടുവന്നാലും ഇപ്പത്തെ കാലത്ത് എന്ത് തെളിവ് കൊണ്ടുവന്നാലും അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതിന് മറുപടി പറയാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. കാരണം ഞാനിപ്പോ എന്ത് തെളിവാണാലും ഇനിയിപ്പം ജാക്കിർ നായിക്ക് കൊണ്ടുവന്നാലും ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാലും ഒരു തെളിവെങ്കിലും താങ്കൾ ഇതുവരെ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല ഇനിയിപ്പോ ദൈവം അല്ല, ഇതുവരെ ഒരു തെളിവെങ്കിലും താങ്കൾ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരെണ്ണമെങ്കിലും? ഏകനായ ദൈവം തന്നെ പറഞ്ഞാലും ചോദ്യം എല്ലാവരും കേൾക്കണം.